ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 22 മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. 11-ാമത്തെ അധ്യായം ഏതാണ്ട് പൂർണ്ണമായും ഈശോയും ലാസറുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്ന ചിന്തകൾ. തൻ്റെ പ്രിയ സുഹൃത്തായ ലാസർ രോഗബാധിതനായി എന്നറിഞ്ഞ് ആദ്യ നാളുകളിൽ അവനെ പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാതിരുന്ന, താല്പര്യമെടുക്കാതിരുന്ന യേശുനാഥൻ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവൻ മരിച്ചു എന്നറിഞ്ഞ് അവൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നത് അവൻ്റെ സഹോദരിമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. മരണത്തിൻ്റെ കരാളഹസ്തത്തിൽ അമർന്ന് കല്ലറയിൽ 4 ദിവസം കൊണ്ട് ചീഞ്ഞ് അളിഞ്ഞ് മണമുണ്ടാകാമായിരുന്ന അവസ്ഥയിലായിരുന്നു ലാസറെ പുറത്തു വരൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്ന് സഹോദരിമാരുടെ കയ്യിലേൽപ്പിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ലാസറിന്റെ ഭവനത്തിലെത്തുമ്പോൾ അവിടെ ചുറ്റും കൂടിയിരുന്ന ജനം കരയുകയും വിലപിക്കുകയും ചെയ്തപ്പോൾ കൂടെ കരഞ്ഞ ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. മരണത്തിൽ നിന്ന് അവനെ കൈപിടിച്ചുയർത്തുമ്പോൾ ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് ആ 2 സഹോദരിമാരുടെയും അവിടെ ഇരുന്ന ജനക്കൂട്ടത്തിൻ്റെ ഒക്കെ മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈശോയ്ക്ക് സാധിക്കും. മരണത്തിൻ്റെ അതിനാഥനായ, കല്ലറകൾക്കും ബന്ധനങ്ങൾക്കും പിടിച്ചിടാനാവാത്ത, ഒതുക്കി നിർത്താനാവാത്ത മഹത്വത്തിൻ്റെ രാജനാണ് അവൻ. വരും നാളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഈശോയെയാണ് ഗാഗുൽത്താമലയുടെ നെറുകയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന യേശുനാഥൻ മഹത്വരാജനായി പാതാളത്തിൻ്റെ ബന്ധനങ്ങൾ ഭേദിച്ച് പുറത്തേക്ക് വരുന്ന അനുഗ്രഹത്തിൻ്റെ നമ്മളെ കാത്തിരിക്കുന്നു. ലാസറിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്ന ഈശോയെ അവൻ എനിക്കും നിങ്ങൾക്കും പുനരുത്ഥാനം തരുമെന്നുള്ള പ്രത്യാശ കൈവിടാതെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ആഗ്രഹിക്കുന്നു. ലാസറിൻ്റെ സഹോദരിമാരായ മർത്തയ്ക്കും മറിയത്തിനും തങ്ങളുടെ പ്രിയ സഹോദരനെ തിരിച്ചു ലഭിച്ചതുപോലെ ഈ ലോകത്തിൽ മരണം മൂലം കടന്നുപോയ എല്ലാവർക്കും നിത്യതയുടെ രാജ്യത്തിൽ അവൻ്റെ വലതുഭാഗത്തിരിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. അനുഗ്രഹത്തിൻ്റെ പുനരുത്ഥാനം അവർക്ക് വേണ്ടിയിട്ട് കരുതി വച്ചിരിക്കുന്ന നാഥൻ നമ്മുടെ യേശുനാഥൻ. ആ തിരുസറിവ് അവനെ മുറുകെ പിടിച്ചുകൊണ്ട് നാഥ, നാളെ മരണത്തിൻ്റെ കരാളഹസ്തത്തിൽ പെട്ടുപോകാതെ എന്നെയും കൈപിടിച്ചുയർത്തുവാൻ നീ കൂടെ ഉണ്ടാകണമേ എന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ നമുക്ക് ആഗ്രഹിക്കും. മഹത്വരാജനായ അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ വലതു ഭാഗത്ത് ചെമ്മരിയാടിൻ കുട്ടികളോടൊത്ത് നമുക്ക് ഉണ്ടാകണം വാസം. ആ മഹത്വത്തിൻ്റെ നിമിഷങ്ങൾ കരയുമ്പോൾ കൂടെ കരയുന്ന, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുന്ന, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും നമ്മെ താങ്ങിപ്പിടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള പ്രത്യാശ കൈവിടാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും ബോധ്യവും ഹൃദയത്തിൻ്റെ താളമായി ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഉദ്ധിതനായ തമ്പുരാൻ, ലാസറിനെ ഉയർപ്പിച്ച തമ്പുരാൻ നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. ഈശോയുടെ വലിയ കൃപയ്ക്ക് ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.